ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയാണ്. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളുടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ സുഹൂർ ടു ഇഫ്താർ വരെയുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നിപ്പോൾ അത്താഴത്തിന് ഈത്തപ്പഴം വെള്ളമാണ് കുടിച്ചത് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ എനിക്കങ്ങനെ ആ സമയത്ത് ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ തോന്നലുമില്ല, വിശപ്പും ഉണ്ടാകലില്ല. ഇക്കാക്കായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും ആക്കലില്ല. ഇക്കാക്കും ഇതേപോലെ ഈത്തപ്പഴം വെള്ളമെല്ലാം കിട്ടിയാൽ ധാരാളമാണ്. അതുകൊണ്ട് പിന്നെ ഒരു സുന്ന രീതിയിൽ അങ്ങനെ അത് മാത്രം കുടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷ് ആയാലെല്ലാം കഴിഞ്ഞിട്ട് ഓത്തും നിസ്കാരം എല്ലാം കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഉറങ്ങും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എഡിറ്റ് ആക്കാനെല്ലാം ഉണ്ടെങ്കിൽ ആ സമയത്താണ് ഞാൻ ചെയ്യൽ, വോയിസ് ഓവറെല്ലാം കൊടുക്കൽ. ഇന്നിപ്പോൾ എണീച്ച് കുറച്ച് കഴിഞ്ഞ പാടും തന്നെ ലുഹർ ബാങ്കെല്ലാം കൊടുത്തിന്. കാര്യം ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ. പിന്നെ എനിക്കങ്ങനെ ടൈമിംഗ് ഒന്നുമില്ല. ഒന്നിക്കിൽ എൻ്റെ ഉറക്ക് നെട്ടുമ്പം അല്ലെങ്കിൽ മോൻ എണീക്കുമ്പം അങ്ങനെയല്ലേ എണീക്കും. പിന്നെ എണീച്ച് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. ക്ലീൻ എന്നൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. കുറച്ച് സാധനങ്ങളെല്ലാം മാടിയിടുള്ളതെല്ലാം എടുത്ത് ഒരുക്കി വെക്കുകയെല്ലാം ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് മോനെ ഒന്ന് ഫ്രഷ് ആയി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മേലെല്ലാം കഴിച്ച് ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ച് ആയി കൊടുക്കുന്നുണ്ട്. ആള് അടങ്ങി കിടന്നേരേ ചെയ്യില്ല. ഞാനിതിപ്പോൾ എന്തെല്ലോ പറഞ്ഞിട്ടല്ലാന്ന് പിടിച്ച് നിർത്തിക്കുന്നു കേട്ടോ. അല്ലാണ്ട് തീരെ അടങ്ങിയിരുന്നേരില്ല. പിന്നെ ഫ്രഷ് ആയി കൊടുത്തിട്ട് പിന്നെ ഒന്ന് മോയ്സ്ചറൈസറെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ എനിക്ക് യൂസ് ആക്കുന്ന മോയ്സ്ചറൈസറാണ് കേട്ടോ. ഓനക്കായിട്ട് അങ്ങനെ മോയ്സ്ചറൈസർ ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതന്നെ യൂസ് ആക്കൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ മോനിക്ക് ഞാൻ പാല് കൊടുത്തിനേനു. പിന്നെ തീരാനായരാന്ന് വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നേ. കാര്യം ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിന് എനിക്കിങ്ങനെ രാവിലെ എണീച്ച പാടും തന്നെ ഫുഡ് കഴിക്കൽ ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ല മീൻസ് ഓൻ കഴിക്കൂല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ നിർബന്ധിക്കലില്ല. അതുകൊണ്ട് ഞാൻ പാല് കൊടുത്തിന്. ഇത് നമ്മളെ നോർമൽ കൗ മിൽക്കാണ് കേട്ടോ. പിന്നെ ഇതിപ്പം മോനിക്കുള്ള ഫുഡാക്കലാണ്. ഇന്നിപ്പം രാവിലെ റാഗിയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ആൾ ഫുഡ് കഴിക്കാനെല്ലാം ഭയങ്കര വാശിയാണ്, തീരെ കഴിക്കൂല. കഞ്ഞിയെല്ലാം ആക്കിയാൽ ഫുള്ളായിട്ട് കളയലാണ്. ഇതാകുമ്പോൾ ഞാൻ പിന്നെ എൻ്റെ അളവിനനുസരിച്ച് കുറച്ചങ്ങ് ആക്കുന്നതാണ്. ഫുഡ് കൊടുക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തേക്കുള്ള സ്നാക്കിൻ്റെ പരിപാടി നോക്കലാണ്. പിന്നെ ഇത് ഇന്നലത്തെ കുറച്ച് കടിയെല്ലാം എടുത്തിട്ട് ഫ്രിഡ്ജിലുള്ളത് എടുത്ത് പുറത്ത് വെച്ചാണ് കേട്ടോ. പിന്നെ സമൂസ ഷീറ്റെല്ലാം എടുത്ത് പുറത്ത് വെച്ചിന്. ഇത് ഞാൻ നേരത്തെ പുറത്ത് വെച്ചിനേനു കേട്ടോ. ഞാൻ റമദാൻ ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിനേനു എനിക്ക് ഈ സമൂസ ഇല്ലെങ്കിൽ നോമ്പെന്തോ ഫുൾഫിൽ ആവാത്ത പോലെയാണ് കേട്ടോ. സമൂസ എനിക്ക് മസ്റ്റാണ്. അത് ഈ സമൂസേൻ്റെ രൂപത്തിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. ആ ഒരു ഫ്ലേവർ ടേസ്റ്റ് എല്ലാം കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ സമൂസ വേറൊരു രൂപേനെയാണ് ആക്കുന്നത്. പിന്നെ ഫസ്റ്റ് തന്നെ പറയാം, ഇത് ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല. ഇനി അത് കമൻറ്റ് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ കണ്ടതാണ്. ബട്ട് സമൂസ ഷീറ്റ് കൊണ്ടല്ല കണ്ടത്. മൈദൻ്റെ ആ ഒരു പൂരിക്കൽ നമ്മൾ പരത്തൂലേ, ആ ഒരു സംഭവത്തോണ്ടാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു സമൂസ ഷീറ്റ് കൊണ്ട് ഇതാവുമെന്ന് എനിക്കറിയില്ലേനു. അതുകൊണ്ട് ഫസ്റ്റ് 2-3 ഞാൻ ആക്കി നോക്കിയിട്ടാണ് പിന്നെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു സമൂസ ഷീറ്റ് 2 ആക്കിന് കേട്ടോ, ഹാഫായിട്ട് കട്ട് ചെയ്തിന്. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ റോൾ ചെയ്തെടുത്തിന്. റോൾ ചെയ്തിട്ട് ഇതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്തിട്ട് ഈക്വൽ പാർട്സ് ആക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് ലാസ്റ്റോട്ട് എത്തുമ്പോൾ മനസ്സിലാവും, ഞാൻ കാണിക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാം റോൾ ചെയ്തെടുത്തിന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ഫില്ലിങ് ആക്കിയെടുക്കുന്നുണ്ടേനു കേട്ടോ. കാര്യം ഉള്ളിയെല്ലാം ഞാൻ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിനേനു. അപ്പോൾ ഉള്ളിയെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ ഫില്ലിങ്ങും വേഗം തന്നെ ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഫില്ലിംഗ് എല്ലാം നമ്മളെ നോർമൽ സമൂസയിലാക്കുന്ന ഫില്ലിങ് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഫില്ലിങ് മീൻസ് വെറൈറ്റി ഫില്ലിങ് എല്ലാം വെച്ചിട്ട് ആക്കുന്ന കാണലുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നോർമലായിട്ടുള്ള സമൂസേൻ്റെ ഫില്ലിങ് തന്നെയാണ് ആക്കുന്നത്. പിന്നെ ഞാനത് റോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഈ ഒരു ഫില്ലിങ്ങും ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെല്ലാം വെക്കുകയാണ്. പിന്നെ അതെല്ലാം പിന്നെ ചെയ്യുന്നുണ്ട്.
പിന്നെ ഇതാ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തിന്. ഇതിപ്പം കുറച്ചധികം തന്നെ ആക്കിന്, കുറച്ചാക്കെല്ലാം കൊടുക്കാനുള്ളതുകൊണ്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. എന്നിട്ടിതാ ഞാൻ ഈ പറഞ്ഞ പോലെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഈക്വൽ ആക്കിന് കേട്ടോ. രണ്ട് ഭാഗം ഒരേപോലെ കട്ട് ചെയ്താൽ മതി. എന്നിട്ടിതാ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ മൈദയിലേക്ക് ഡിപ്പ് ചെയ്താൽ മതി. ഞാനിങ്ങനെ കോരിയിട്ട് കുറച്ചിങ്ങനെ മേലേലാക്കി കൊടുത്തിന്. പിന്നെ ഇതാ കുറച്ച് കുനാഫഡോ അല്ലെങ്കിൽ സേമിയ ആയാലും മതി, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്താൽ മതി കേട്ടോ. മുറിച്ച് വെച്ചതിൽ ഡിപ്പ് ചെയ്താൽ മതി. ഞാൻ കുനാഫഡോ ഒരു കട്ടിംഗ് ബോർഡിൽ മുറിച്ച് വെച്ചിട്ടേനുള്ളത്. പിന്നെ ഇടത്തേക്ക് എടുക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കാണിച്ചാൽ ഞാൻ. പിന്നെ ഇത് ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തിന് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിന് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അത് വെക്കൊന്നും വേണ്ട, ബട്ട് ഞാൻ വെറുതെ വെച്ചാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പം ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നതാണ്. അത് ക്യാരറ്റ് ബോളാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പിന്നെ ഞാൻ കംപ്ലീറ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാര്യം ഞാൻ റമദാൻ സീരീസ് ഇടാൻ വേണ്ടിയിട്ട് ഷോർട്സിന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഷോർട്സിൽ ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വെറുതെ നിൽക്കുന്നുണ്ട് കുറച്ച് നട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ ഞാനിങ്ങനെ ഒറ്റ അടുക്കളയിലെല്ലാം വിചാരിച്ചിട്ട് എന്തെങ്കിലും പണിയെല്ലാം ആയിട്ട് എടുത്തിട്ട് അവിടെ നിൽക്കും. പിന്നെ ഞാൻ കുറച്ച് സ്ട്രോബെറീസ് എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പം സ്ട്രോബെറി സാഗോ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോക്ടെയിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക ക്യാരറ്റ് പുഴുങ്ങിയെടുത്തിനേനു. അതിൽ ഒന്ന് ജ്യൂസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക സിമ്പിളായിട്ട് കോക്ടെയിലാക്കുന്നതാണ് കേട്ടോ. കാര്യം ഐസ്ക്രീം ഒന്നും ഇല്ലേനു, അതുകൊണ്ട് പിന്നെ ഉള്ളതെല്ലാം വെച്ചിട്ട് അങ്ങനെ ആക്കുന്നതാണ്. പിന്നെ നട്ട്സും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രോബെറി സാഗോ. ഇത് ഞാൻ സാഗോ ശരിക്കും പറഞ്ഞാൽ സാബൂനരിയില്ലേ, അതില്ലാത്തതുകൊണ്ട് ഞാൻ കസ്കസെല്ലാം വെച്ചിട്ട് ഒപ്പിച്ചാണ് തട്ടുകൂട്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ആക്കാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് ഇതെല്ലാം എടുത്ത് സെറ്റാക്കുമ്പോൾ തന്നെ ബാങ്ക് കൊടുക്കാനായിനേനു. പിന്നെ ടേബിളെല്ലാം സെറ്റാക്കുന്നുണ്ട്. ടേബിൾ എനിക്കിങ്ങനെ സെറ്റാക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ക്യാൻഡിൽസ് എല്ലാം കത്തിച്ച് വെച്ചിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ എപ്പോൾ ഒന്നും ചെയ്യലില്ല, എന്നാലും ഇടയ്ക്കെല്ലാം ചെയ്യുമ്പോൾ നല്ല രസമാണ്. പിന്നെ ബാങ്കെല്ലാം കൊടുത്ത് നമ്മൾ നോമ്പ് തുറക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ സ്നാക്കെല്ലാം പൊരിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ എന്നോട് വിട്ടുപോയിന് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ആക്കിയാൽ മതി, ഞാനത് ചെയ്യാം. അതിൽ പിന്നെ ഫില്ലിങ്ങെല്ലാം ആക്കാൻ എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ. അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ പാടും നിസ്കരിക്കാൻ കയറിയാണ് കേട്ടോ. പിന്നെ ഒരു മടി പിടിക്കലായിരിക്കും, കാര്യം നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷീണം തന്നെയാണ്. അതുകൊണ്ട് പിന്നെ വേഗം തന്നെ നിസ്കാരമെല്ലാം അടക്കയച്ചിന്. പിന്നെ ഇന്നത്തെ ഫുഡ് ഇക്കാൻ്റെ വക കപ്സയാണ് കേട്ടോ. ഇക്ക ആക്കിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയെല്ലാം തന്നെയുള്ളൂ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നത്. കണ്ടിഷ്ടമായാലും എപ്പം പറയുന്ന പോലെ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.